നമ്മളുടെ അടുത്ത് അപ്പൊ കായ്മീനൊക്കെ കിട്ടിയിട്ടുണ്ട്. കാളാഞ്ചി കരിമീൻ പോലുള്ള മീനൊക്കെ നമ്മുടെ അടുത്തുണ്ട്. വെളുപ്പിന് നമ്മൾ 5 മണിക്ക് കട തുറന്നുണ്ടെങ്കിൽ ഈ ചേച്ചിമാരുടെ കച്ചവടമായിരിക്കും. ഈ ദിവസങ്ങളാണെങ്കിൽ അത്യാവശ്യം നല്ല മീനൊക്കെ ഉണ്ടായിരുന്നു. കരിമീൻ വളരെ കുറവായിരുന്നെങ്കിലും കാളാഞ്ചിക്ക് ഒരു ക്ഷാമം ഉണ്ടായിരുന്നില്ല. ഇനി നമുക്ക് വേണ്ടത് കടൽ മീനാണ്. നെയ്മീൻ, ആവോലി, ചൂര, കേര അങ്ങനെയുള്ള മീനൊക്കെയാണ് നമുക്ക് വേണ്ടത്. സ്രാവ്. അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മൾ ഹാർബറിലോട്ട് പോയി. അപ്പൊ നമുക്ക് ഈ ദിവസങ്ങളിൽ മെയിൻ ആവശ്യം എന്ന് പറയുന്നത് ഈ കാണുമ്പോഴത്തെ നെയ്മീനാണ്. കാളാഞ്ചി എന്നൊക്കെ പറഞ്ഞെങ്കിൽ വലിയ കാളാഞ്ചികൾ വരെ നമ്മുടെ കടയിൽ നിന്ന് ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ ടോമി സുഷപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മീനൊക്കെ നല്ലതൊക്കെ വന്നിട്ടുണ്ട്. നല്ല ഫ്രഷ് മീനാണ് വന്നേക്കുന്നത്. മിനി ചേച്ചി പറഞ്ഞ പോലെ നമ്മുടെ കടയിൽ ഈ ദിവസങ്ങളായിട്ട് നല്ല ഫ്രഷ് മീൻ വന്നുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും നെയ്മീൻ, ആവോലി, കേര പോലുള്ള മീനുകൾ കണ്ടിട്ട് നമ്മൾ നേരിട്ട് ഹാർബറിലേക്ക് എത്തിയിട്ടുണ്ട്. കുറച്ച് നെയ്മീൻ ഇറങ്ങുന്നുണ്ട്. വെള്ളച്ചൂരിട്ടുണ്ട്, ചൂരയിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല നെയ്മീൻ കിട്ടിയിട്ടുണ്ട്. ഇപ്പറഞ്ഞ മീനുകൾക്ക് നമ്മൾ ഹാർബറിൽ ചെന്നിട്ട് നേരിട്ട് ലേലം വിളിച്ചെടുക്കുന്നു വേണം. നമ്മൾ ചെന്നപ്പോഴേക്കും ലേലം വിളിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വെളുപ്പിന് നമ്മൾ 5 മണിക്ക് തന്നെ കട തുറക്കുന്നതുകൊണ്ട് തന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ട് നമ്മൾ ഏകദേശം 6:30 മണിയോട് കൂടിയാണ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയേക്കുന്നത്. ആ സമയത്ത് നമ്മുടെ കടയിൽ കച്ചവടം നടന്നുകൊണ്ടിരിക്കട്ടെ. ഇതെന്റെ അപ്പച്ചനാണ്. അപ്പച്ചന്റെ പേരാണ് ടോമി. അപ്പൊ ടോമി സുഷപ്പ് എന്ന് നമ്മുടെ കടയ്ക്ക് പേര് വരാനുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ഈ ചേച്ചിമാരെന്നൊക്കെ പറഞ്ഞാൽ വെളുപ്പിന് തന്നെ നമ്മുടെ കടയിൽ വന്നിട്ട് മീനും ചെമ്മീനൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് വിൽക്കുന്നവരാണ്. ചില മീനൊക്കെ നല്ലതൊക്കെ വന്നിട്ടുണ്ട്. നല്ല ഫ്രഷ് മീനാണ് വന്നേക്കുന്നത്. ഇതേപോലെ ഓർഡർ അനുസരിച്ചാണ് പല വീടുകളിലും നമ്മുടെ ചേച്ചിമാര് മീനൊക്കെ ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ട് കൊണ്ടുപോയി കൊടുക്കുന്നത് കേട്ടോ. മീൻ ഫ്രഷുമായിരിക്കും. ഇവർ തന്നെ ആ മീനൊക്കെ ക്ലീൻ ചെയ്തും കട്ട് ചെയ്തും കൊടുക്കാറുണ്ട് വീടുകളിൽ. അതും ഓരോരുത്തരും ഏകദേശം 10-25 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ് മീനൊക്കെ ഓരോ വീടുകളിലും എത്തിച്ചു കൊടുക്കുന്നത്. ഇവർ ഈ വെളുപ്പാങ്കാലത്ത് തന്നെ നമ്മുടെ കടയിൽ നിന്ന് വന്നിട്ട് മീൻ എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ കാണുമ്പോഴത്തെ ജീവനുള്ള മീനൊക്കെ അവർക്ക് വാങ്ങിയിട്ട് പല വീടുകളിൽ കൊണ്ടുപോയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് വളരെ കുറച്ച് മീൻ ഇവരുടെ കയ്യിൽ കാണത്തുള്ളൂ എങ്കിലും ഉള്ളതൊക്കെ നല്ല ഫ്രഷ് ആയിരിക്കും. നമ്മുടെ ചേച്ചിമാരുടെ കച്ചവടം കഴിഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ റീറ്റെയിൽ കസ്റ്റമേഴ്സും വന്നു തുടങ്ങും. അങ്ങനെ മീൻ വാങ്ങാനായിട്ട് വന്ന റീറ്റെയിൽ കസ്റ്റമേഴ്സിന്റെ വാഹനങ്ങളാണ് ഈ പാർക്ക് ചെയ്തത്. ഇന്ന് നമ്മുടെ കടയിൽ ഉണ്ടായിരുന്നത് വെച്ചിട്ട് ഒരു സ്പെഷ്യൽ ഐറ്റം തന്നെയായിരുന്നു ഈ കാണുന്ന പൂമീൻ. 1 കിലോ സൈസുള്ള പൂമീൻ മുതൽ ഈ കാണുന്ന പോലത്തെ 2-3 കിലോ ഒക്കെ തൂക്കുള്ള പൂമീൻ ഇന്നുണ്ടായിരുന്നു. ചെമ്മീന്റെ കാര്യമായാലും വലിപ്പം അനുസരിച്ച് പല വിലയിലുള്ളതുണ്ടായിരുന്നു. അതായത് 100 രൂപയുടെ ചെറിയ ചെമ്മീൻ മുതൽ 380 രൂപയുടെ വലിയ ചെമ്മീൻ വരെ ഇന്നുണ്ടായിരുന്നു. ഇനി നമുക്ക് ഹാർബറിലെ കാഴ്ചകൾ കാണാട്ടോ. നമ്മൾ ചെന്നപ്പോഴേക്കും അവിടെ ലേലം വിളിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. വലിയ തോതിൽ കച്ചവടം നടത്തുന്നവർ തന്നെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വന്നിട്ട് മീനൊക്കെ എടുക്കുന്നത്. മത്തി, അയില, മാന്തല് മുതൽ ആവോലി, നെയ്മീൻ, സ്രാവ്, കണവ എന്ത് വേണ്ട എല്ലാ സംഭവങ്ങളും ഇവിടെ കിട്ടോട്ടെ. ഈ കാണുന്ന പോലെ ലേലം വിളിച്ചെടുക്കുന്നതാണ് ഇവിടുത്തെ ഒരു രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് വള്ളങ്ങളിൽ നിന്നും ബോട്ടുകളിൽ നിന്നൊക്കെ നേരിട്ട് തന്നെ ബോക്സുകളും കൊട്ടകളൊക്കെ ഇട്ട് ഈ കാണുന്ന പോലെ മീനൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് വരുന്നത് നമുക്ക് കാണാം. ഓരോ മീനിന്റെയും വലുപ്പവും ക്വാളിറ്റിയും നോക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള മീൻ നമുക്ക് ഇവിടുന്ന് വിളിച്ചെടുക്കും. ഇത് കണ്ടില്ലേ, നല്ല വെള്ള ആവോലിയാണ് കൊണ്ടുപോകുന്നത്. എനിക്ക് തോന്നുന്നത് ഈ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ വിലയുള്ള ഒരു മീൻ എന്ന് പറഞ്ഞാൽ അത് ഈ വെള്ളാവോലി തന്നെയാണ്. പല നാടുകളിൽ നിന്ന് വന്ന 100 കണക്കിന് ആളുകളാണ് കേട്ടോ ഇവിടെ പണിയെടുക്കുന്നത്. അതായത് ഹാർബറിലായാലും ശരി, ഇവിടെ ഹാർബറിൽ വരുന്ന ബോട്ടുകളിലും വള്ളങ്ങളിലായാലും ശരി ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ അത് രാവിലെ തന്നെയാണ്. അതായത് ഒരു 6 മണി മുതൽ എനിക്ക് തോന്നുന്നത് ഇവിടെ മാർക്കറ്റിൽ ലേലം വിളിയൊക്കെ തുടങ്ങും. 8 മണിക്ക് വേറൊരു സെക്ഷനിൽ ലേലം വിളി കാര്യങ്ങളൊക്കെ തുടങ്ങുന്നുണ്ട്. അപ്പോൾ 8 മണിക്ക് തുടങ്ങുന്ന ലേലത്തിനാണ് നമ്മളിവിടെ വന്നേക്കുന്നത്. നമ്മുടെ മെയിൻ ഉദ്ദേശം ആവോലിയും നെയ്മീനൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് ആവോലി വേണ്ട പോലെ കിട്ടിയിരുന്നില്ല. അതിന്റെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സാധാരണക്കാരായവരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വിലയുണ്ട്. ആ ഒരു വിലയിൽ നിൽക്കാത്ത മീനൊന്നും നമ്മൾ വിളിക്കാറ് നാരഞ്ച മീനായിക്കോട്ടെ, അല്ലെങ്കിൽ കെട്ടിലെ വനാമി ചെമ്മീനായിക്കോട്ടെ, അതൊക്കെ നമുക്ക് ഇഷ്ടം പോലെ കിട്ടാറുള്ളതുകൊണ്ട് ചെമ്മീൻ്റെ കാര്യം നമ്മൾ ഇവിടെ നിന്ന് നോക്കാറില്ല കേട്ടോ. അപ്പോൾ ലേലം വിളിക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ ഈ
മീനൊക്കെ കൊണ്ടുവന്ന് ചൊരിഞ്ഞിരുന്നു ഈ കാണുന്ന പോലെ. അപ്പോൾ കുറച്ച് നെയ്മീൻ ഇറങ്ങുന്നുണ്ട് കേട്ടോ ബോട്ടിൽ നിന്ന്. ഇത് കൊണ്ടുപോകണം. അങ്ങനെ മീനിൻ്റെ ക്വാളിറ്റി അനുസരിച്ചും വില അനുസരിച്ചും നമ്മൾ നെയ്മീനും ചൂരയും വെള്ളച്ചൂരയൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നിട്ട് ഇവിടുന്ന്. അപ്പോൾ നമ്മൾ ഈ മാർക്കറ്റിൽ വന്നിട്ട് ഈ ഹാർബറിൽ വന്നിട്ട് അത്യാവശ്യം നല്ല മീനൊക്കെ എടുത്തിട്ട് നമുക്ക് വെള്ളച്ചൂര ഇടിയുണ്ട്, ചൂര ഇടിയുണ്ട്, പിന്നെ അത്യാവശ്യം നല്ല നെയ്മീൻ കിട്ടിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് നമ്മളിത് ഐസ് ചെയ്തിട്ട് നമ്മൾ വീട്ടിലോട്ടല്ല നമ്മുടെ കടയിലോട്ട് പോകണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല മീനൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 100-200 കിലോ മീൻ നമ്മൾ ഇവിടെ നിർത്തേണ്ടിട്ടുണ്ട്. അപ്പോഴേക്കും ഇവിടുത്തെ ലേലവിളിയും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞ് വള്ളങ്ങളും ബോട്ടുകളൊക്കെ തിരികെ പോവുകയും ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ നമ്മളും നമ്മുടെ മീൻ ഐസ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ നമ്മളും തിരികെ നമ്മുടെ കടയിലോട്ട് പോകും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. എന്തെങ്കിലും തെറ്റുകളും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരോടും ബൈ. താങ്ക് യു സോ മച്ച്.